ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുൽ ഹമീദ് മദനി സാഹിബ്, ഈ കോൺഫറൻസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മുഴുവൻ സംഭവബഹുലമായ ഈ സമ്മേളനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തെയും പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് പ്രൊഫസർ ഹുസൈൻ മടവൂർ സാഹിബ്, മറ്റ് ഇവിടെ സന്നിഹിതരായവർ, മുഖ്യാതിഥി, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മൗലാന വഹീദുദ്ദീൻ ഖാൻ, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭരും പ്രശസ്തരും പ്രമുഖരുമായ പണ്ഡിതന്മാരെ, സാഹിത്യകാരന്മാരെ, വളരെ പ്രമുഖരായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതാനും ആഴ്ചകൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് കൂടിയായ ജനാബ് പ്രൊഫസർ ഹുസൈൻ മടവൂർ സാഹിബ് ഇതുപോലെ സംഭവബഹുലമായ ഒരു ചടങ്ങ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എന്നും സ്ഥാനം പിടിക്കുന്ന ഒരു ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരെ എല്ലാം ക്ഷണിക്കുന്നതായും എന്നെ അറിയിച്ചു. ഒരു ഗുണകാംക്ഷ എന്ന നിലക്ക്, ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിനും ആശീർവദിച്ചു. അപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ഇതിന് ഉദ്ഘാടന ചടങ്ങിൽ കഴിയുമെങ്കിൽ ഞാനും പങ്കെടുക്കണമെന്ന്. ഞാനതിന് സമ്മതം മൂടി. പക്ഷെ ഇന്ന് പാർലമെൻറ്റ് 2-ാം ദിവസമായിരുന്നു. ആ നിലക്ക് ഡൽഹിയിൽ തന്നെ ഉണ്ടായിരിക്കുകയും വേണം. പക്ഷേ ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മൗലാന വഹീദുദ്ദീൻ ഖാൻ, പ്രസിദ്ധനായ പണ്ഡിതി, വാഗ്മി, ലോകത്ത് അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരൊരാൾ സംബന്ധിക്കുമ്പോൾ ഞാനും ഉണ്ടാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ പാർലമെൻറ്റ് മിനിസ്റ്ററോടും സ്പീക്കറോടും സമ്മതം മേടിച്ചുകൊണ്ടാണ് ഇന്നിവിടെ എത്തിയത്. അൽഹംദുലില്ലാ, ഈ സംഭവബഹുലമായ സമ്മേളനത്തിലെ ഈ ആദ്യ ദിനം തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. Especially when we have the august presence of Maulana Wahiduddin Khan. He is one of the world's most renowned scholar, Islamic scholar, who is the scholar who has described how Dawah can be carried out in Indian situation. He is a man who has contributed innumerable, his thoughts into innumerable books about every bit of Islamic thoughts, principles, philosophy, and everything. And such a erudite scholar and Islamic luminary who is present here, then I thought it is only proper to be here. Alhamdulillah, I also take
opportunity to extend a very hearty welcome to Maulana Sahib and those scholars who have come here in this historic city of Kerala, Malappuram district. Alhamdulillah. ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം അത്രയധികം പണ്ഡിതന്മാരും ആളുകളും പങ്കെടുക്കുന്ന ഈ മഹാചടങ്ങിൽ രണ്ട് വാക്ക് പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നതാണ്. മതം, മാനവികത, നവോത്ഥാനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഈ മഹാസമ്മേളനം കേരള ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. 4 ദിവസം നീണ്ടു നിൽക്കുന്ന 41 സെഷനുകളിലായി നടത്തുന്ന ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വരുന്ന പ്രഭാഷണങ്ങളും ചർച്ചകളും വിലയിരുത്താനും പുതിയ അവബോധം സൃഷ്ടിക്കുവാനും ഇത് സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. യഥാർത്ഥത്തിൽ മതവും മനുഷ്യനും മൂന്ന് നിൽക്കുന്നത് ഒരേ തട്ടകത്തിലാണ്. മനസ്സ് എന്നതാണ് അതിൻ്റെ ഭൂമിക. മതബോധം നന്മയുടെ ഉറവായി തീരണം. അത് മനുഷ്യസ്നേഹത്തിൻ്റെ ഗീതങ്ങൾ പാടണം. ഭൗതികമായി എത്ര പുരോഗമിച്ചാലും ആത്മീയമായി മനുഷ്യന് സ്വച്ഛത വേണം, സമാധാനം വേണം. ദൈവസ്മരണ കൊണ്ട് മാത്രമേ മനുഷ്യ ഹൃദയങ്ങൾ സംതൃപ്തമാകൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് മതബോധം ആവശ്യമായി തീർന്നത്. അത് തന്നെയാണ് കുറച്ച് നേരം മുമ്പ് ബഹുമാന്യ പണ്ഡിതൻ വഹീദുദ്ദീൻ ഖാൻ സാഹിബും മറ്റൊരർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത്. മതങ്ങളെ തമ്മിലടുപ്പിക്കാൻ ചില വിഭാഗങ്ങൾ സാധാരണ ശ്രമിക്കാറുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതൊരിക്കലും സ്വീകാര്യയോഗ്യമല്ല. അതൊരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. കാരണം മതം മനുഷ്യരെ പരസ്പരം യോജിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ വരികളിലൂടെ പാടിയത്, മസ്ഹബ് നഹി സിക്കാത്ത ആപ്പസ് മെ ഭയൽ രഖന. മതം ഒരിക്കലും പരസ്പരം കലഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. നേരെമറിച്ച് അത് മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മതം വൈരം പുലർത്താനല്ല, സൗഹാർദ്ദവും സമാധാനവും സന്തുഷ്ടമായ ജീവിതവും ഉണ്ടാക്കാൻ എല്ലാ വിഭാഗക്കാരെയും ശ്രമിക്കുന്നതാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ നിർവാഹമില്ല. ലോക വ്യവസ്ഥയായി ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലോകവ്യാപകമായി നടക്കുന്ന ഈ ശ്രമം അങ്ങേയറ്റം പ്രോത്സാഹനജനകമാണ്. ഇസ്ലാമോഫോബിയ എന്ന വിഷബീജത്തെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായും ചരിത്രത്തിൽ എക്കാലം എന്ന പോലെ ഇന്നും ഇസ്ലാമിനെതിരെ ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിന് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വീര്യവും ഊർജവും ഇന്നുമുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത്. വിദേശ സർവകലാശാലകളിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നു.
ഇസ്ലാമിൻ്റെ എല്ലാ വിധത്തിലുള്ള ലോകത്തെ സംബന്ധിച്ചുള്ള വീക്ഷണം, മനുഷ്യനെ സംബന്ധിച്ചുള്ള വീക്ഷണം, ഒരു മനുഷ്യന് ലോകത്ത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളതും ലോക സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സമീപകാലത്തെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളിൽ ഇസ്ലാമിൻ്റെ എക്കണോമിക്സും ഇസ്ലാമിൻ്റെ ഫിനാൻസും ഇന്ന് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. പ്രകൃതിമതമായ ഇസ്ലാമിൻ്റെ ആന്തരിക രൂപം, അതിൻ്റെ ദീപ്തി ലോകം കണ്ടെത്തുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ ഫിലോസഫി, ഇസ്ലാമിൻ്റെ എക്കണോമിക്സ്, ഇസ്ലാമിൻ്റെ ചിന്തയുടെ വിവിധ വശങ്ങൾ ഇന്ന് ആഗോളപരമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, മുസ്ലിം സമൂഹത്തിന് അത് പ്രസരിപ്പിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകം സ്വീകാര്യത ലഭിച്ചത്. വളരെ കാലമായി, നൂറ്റാണ്ടുകളായി ഇസ്ലാം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, അത് മാനവ വികസനത്തിന് ലോകത്ത് നൽകിയ മഹത്തായ സംഭാവനകൾ, അത് പ്രസരിപ്പിച്ച ദീപ്തി സ്വീകരിച്ചുകൊണ്ടാണ് ഇസ്ലാമിന് ഈ അംഗീകാരം ലഭിച്ചത്. വാഗ്ദാന പാലനത്തിൽ സത്യസന്ധത, സഹവർത്തിത്വത്തിൽ വിശുദ്ധി, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഇന്ന് ലോകം ഈ ഇത്രയും മുഖ്യങ്ങളായി ആവശ്യപ്പെടുന്നതും വാഗ്ദാന പാലനത്തിലുള്ള സത്യസന്ധതയും സഹവർത്തിത്വത്തിലുള്ള വിശുദ്ധിയുമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവരുമായി സഹകരിച്ചുകൊണ്ട് മാത്രമേ ആർക്കും മുന്നോട്ട് പോകുവാൻ കഴിയൂ. ഇത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരോട് സഹകരിച്ച് പോകാൻ കഴിയുമെന്ന ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കാൻ പാടില്ല. വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളാനും സത്യസന്ധമായി സഹവർത്തിക്കാനും സാധിക്കണം. പരസ്പരം മനസ്സിലാക്കണം. വെള്ളം കിടക്കാത്ത അറകളായി, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായി നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മളൊരു എക്സ്ക്ലൂസീവ് സൊസൈറ്റി ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ മറ്റുള്ളവരുമായി ഗിവ് ടേക്ക് പോളിസിയിലൂടെ പോയാൽ മാത്രമേ, കൊടുക്കൽ വാങ്ങലുകൾ പോയാൽ മാത്രമേ രാഷ്ട്രാന്തരീയമായി ലോകത്ത് മുഴുവനും നമ്മൾ ജീവിക്കുന്ന ഏത് ചുറ്റുപാടിലും ഒരു മുസ്ലിമിന് അഭിമാനപൂർവ്വമായി വളരെ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ നമ്മൾ കണ്ണടക്കാൻ നിർവാഹമില്ല. ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഇസ്ലാമിക ദൃഷ്ടി വീക്ഷിക്കുമ്പോൾ എല്ലാവരോടും സഹകരണവും സഹായവും വേണം. നമ്മുടെ തത്വങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മുടെ ആദർശങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആജ്ഞകളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ പരിപാലിക്കണം. പക്ഷെ അതേസമയം മറ്റുള്ളവരോട് എപ്പോഴും മുഖം തിരിക്കുകയും എല്ലാം നിഷേധാത്മകമായി കാണുകയും ചെയ്തത്. മതപരമായ കാര്യത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്. അത് നമ്മുടെ വിശ്വാസപരമായ കാര്യമാണ്. അത് നമ്മുടെ മതപരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യമാണ്. അതുറപ്പാണ്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില മൂല്യങ്ങൾ നമുക്കുണ്ട്. ആ മൂല്യങ്ങളുടെ നിലനിൽപ്പും നമുക്ക് തുടർച്ചയാണ്. സഹവർത്തിത്വം, സാഹോദര്യം, സഹിഷ്ണുത, സൗഹാർദ്ദം എന്നിവയ്ക്ക് വേണ്ടി നാം നിലകൊള്ളുന്നു. മാനവരാശിക്ക് വേണ്ടി ഉയർത്തുന്നേരപ്പെട്ട ഉത്തമ സമുദായം എന്ന ഖുർആൻ്റെ കൽപ്പനയാണ് നമ്മളെ നയിക്കുന്നതെന്ന് വിസ്മരിച്ചുകൂടാ. സമകാലികമായ ആശയങ്ങളുമായും മതതത്വങ്ങളും സംവദിക്കുന്ന പഠനാർഹമായ സെഷനുകളാണ് ഇവിടെ 41 സെഷനുകളായി നടക്കാൻ പോകുന്നത്. ഈ സെഷനുകളിലൂടെ നിങ്ങൾ നടന്ന ചർച്ചകൾ, ഈ ഉയർന്നു വരുന്ന മൂല്യങ്ങൾ, ആശയങ്ങൾ ഇതെല്ലാം സംഭരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഗുണപ്രദമായി മുന്നോട്ട് പോകാനുള്ള പരിപാടികളുമായിട്ടാണ് ഈ സമ്മേളനം ലക്ഷ്യം വെച്ച് പോകുന്നത്.
ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി വളരെ ആലോചിച്ച് പിടിച്ച് രൂപീകരിച്ച പരിപാടികളുമായി ഈ സമ്മേളനം മുന്നോട്ട് പോവുകയാണ്. നിശ്ചയമായും ഇൻഷാ അല്ലാഹ് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മതപരമായ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഈ സമ്മേളനവും അത് ഇടം പിടിക്കുമെന്നും എല്ലാവരെയും സന്തുഷ്ടമായ കൈവരുമെന്നും സംശയവുമില്ല. ഈ പ്രവർത്തനമായി മുന്നോട്ട് വന്ന ഈ പ്രസ്ഥാനത്തെ നയിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി അഭിനന്ദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മുഴുവൻ പരിപാടികളും വിജയപ്രദമാക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ എത്തിച്ചേരുവാനും നിങ്ങളോടൊപ്പം കുറച്ച് നേരം കഴിച്ചു കൂട്ടാനും കഴിഞ്ഞതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലുള്ള അവസരങ്ങൾ എല്ലാവർക്കും നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ തഫ്സീർ പ്രകാശനം നിർവഹിക്കുന്നത് റിയാദ് യൂണിവേഴ്സിറ്റിയിലെ മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ സാലിം അഹമ്മദ്. ഖുർആൻ തഫ്സീർ പ്രകാശനം നിർവഹിച്ച ആദരണീയനായ ഡോക്ടർ സാലിം അഹമ്മദ് മലബാരിക്കും ഏറ്റുവാങ്ങിയ പാറപ്പുറത്ത് ബാവ ഹാജി സാഹബിനും അഖൈതവമായ കൃതജ്ഞത. മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ശ്രദ്ധേയമായ സൊവനീർ പ്രകാശനമാണ് അടുത്തത്. സൊവനീർ പരിചയം അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരു സമ്മേളനത്തിന് അനുബന്ധമായി ഒരു സൊവനീർ സ്വാഭാവികമായി ഉണ്ടാവാറുണ്ട്. അതുപോലുള്ള ഒരു സാധാരണ സൊവനീറായി അല്ല ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാമൂഹിക പ്രശ്നങ്ങളിൽ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ ചർച്ചകൾ സംഘടിപ്പിച്ച് സൊവനീർ ഉണ്ടാവാറുണ്ട്. അതുമല്ല നമ്മുടെ സൊവനീറിൻ്റെ ലക്ഷ്യം. സർഗാത്മകമായ സാഹിത്യകാരന്മാരുടെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൊവനീർ സാധാരണ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ രീതിയിലുമല്ല ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്ന സൊവനീർ. ഇതിൻ്റെ പേര് പൈതൃകം. നൂറ്റാണ്ടിലേറെ കേരളത്തിൽ പ്രവർത്തിച്ച ഇസ്ലാമിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ പൈതൃകം പേര് അനർത്ഥമാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. നവോത്ഥാനത്തിൻ്റെ പൈതൃകത്തിൻ്റെ പാറ്റൻ്റ് അവകാശപ്പെടാൻ വേണ്ടിയല്ല, നവതലമുറയ്ക്ക് തിരിച്ചറിവ് നൽകുവാൻ വേണ്ടി. നവോത്ഥാനം കൊണ്ടു നടക്കുന്നവർക്കും നവോത്ഥാനത്തെ നിഷേധിക്കുന്നവർക്കും നവോത്ഥാനത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്നവർക്കും നവോത്ഥാനം പുനർവായിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ന് കാണുന്ന കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ധവളിമക്ക് കാരണക്കാരായ വ്യക്തികൾ, തുടക്കം കുറിച്ച സംഭവങ്ങൾ, നിർണായകമായി തീർന്ന സ്ഥാപനങ്ങൾ, സുപ്രധാനമായ സംഭവവികാസങ്ങൾ
ഇങ്ങനെ പലതും യുവതലമുറക്ക് നവതലമുറക്ക് അറിയാതെ പോവുകയാണ്. കേരളത്തിൻ്റെ ഭൂമികയിൽ ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്തുവാൻ വേണ്ടി ശ്രമം നടത്തി നോക്കി. വിചാരിച്ചതിലും വായിച്ചതായിരുന്നു ദൗത്യം തികച്ചും അപൂർണമാണെന്ന ബോധ്യമുണ്ട്. ഈ നവോത്ഥാനത്തിൻ്റെ പൈതൃകം അടയാളപ്പെടുത്തുവാൻ വേണ്ടി വിവരം നൽകിയവരുടെ മികവുകളും കുറവുകളും ഇതിൽ പ്രതിഫലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആമുഖമായി ക്ഷമാപണം നടത്തുകയാണ്. ഈ പ്രവർത്തനം അപൂർണമാണ്, തുടർ പ്രവർത്തനം ആവശ്യമാണ്. നവോത്ഥാനത്തെ പുറമേ നോക്കിക്കാണുന്ന മഹാവ്യക്തിത്വങ്ങളുടെ ചർച്ചകളും അടയാളപ്പെടുത്തലും അതിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനമായും നവോത്ഥാന പ്രവർത്തനം ഇവിടെ കേരളത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, അതിനുള്ള മാർഗം എന്തായിരുന്നു, നിലപാടെന്തായിരുന്നു, എന്തെല്ലാം പരിവർത്തനങ്ങളുണ്ടായി, അവർ നടന്നു പോന്നിട്ടുള്ള മാർഗത്തേക്കുള്ള തിരിഞ്ഞോട്ടമാണ് യഥാർത്ഥത്തിൽ ഈ സുവനീറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ഇതിലൂടെ കണ്ണോടിക്കുമ്പോൾ ലഭിക്കുന്ന ചില അറിവുകളെക്കാൾ ഉപരി തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അതായത് വേദികളിലോ കോളങ്ങളിലോ നേതൃരംഗങ്ങളിലോ കേൾക്കാത്ത ആയിരക്കണക്കിന് വ്യക്തികളുടെ കർമ്മഫലമാണ് നാം അനുഭവിക്കുന്ന ഈ യാഥാർത്ഥ്യമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഈ പൈതൃകം എന്ന സുവനീർ ഒരു പരിധിവരെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പൈതൃകം പ്രകാശത്തിന് ലഭിച്ചിട്ടുള്ളത് ഇവിടെ ബഹുമാന്യനായ ഈ രംഗത്ത് വളരെ സംഭാവന അർപ്പിച്ചിട്ടുള്ള ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ്. തൊട്ടുമുമ്പ് പ്രകാശം ചെയ്തിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം തയ്യാറാക്കിയ മഹാപണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. അത് ഞങ്ങൾക്ക് യഥാർത്ഥതയുണ്ട്. അതുപോലെ തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഈ സുവനീറിൻ്റെ നടത്തിപ്പിന് വേണ്ടി വിവരം നൽകി സഹായിച്ച വ്യക്തികളുണ്ട്, രൂപകൽപ്പനയിൽ പങ്കുവഹിച്ച ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചുള്ള VK ജാബിർ അവരുടെ പ്രത്യേകം ഓർക്കുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പ്രകാശനത്തിൻ്റെ കർമ്മത്തിന് വേണ്ടി ബഹുമാന വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുവനീർ പരിചയപ്പെടുത്തിയ അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി അവറുകൾക്ക് കൃതജ്ഞത. അടുത്തതായി മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സുവനീർ പ്രകാശന കർമ്മമാണ് സമ്മേളനവേദിയിൽ. സുവനീർ പ്രകാശനം നിർവഹിക്കാൻ ആദരണീയനായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെയും ഏറ്റുവാങ്ങാൻ മഹമ്മൂദ് നഹ പരപ്പനങ്ങാടിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പണ്ഡിതശ്രേഷ്ഠൻ വഹീദുദ്ദീൻ ഖാൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, ഇസ്ലാഹി പ്രവർത്തകരെ, സഹൃദയരെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഒരു സുവനീറിൻ്റെ പ്രകാശനവും ഒരു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനവുമാണ് നടന്നത്. പ്രകാശനം എന്ന് പറഞ്ഞാൽ വെളിച്ചം നൽകൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം സമൂഹത്തിനും ഇതരർക്കുമൊക്കെ വെളിച്ചം നൽകാൻ വേണ്ടി, അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടി,
ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ ഒരുപാട് മാസികകളുടെ, വാരികകളുടെ, ആനുകാലികങ്ങളുടെ, മാഗസിനുകളുടെ പ്രകാശനമാണ്. അങ്ങനെയുള്ള പ്രകാശനങ്ങളിലൂടെ, വായനകളിലൂടെ, പഠനങ്ങളിലൂടെ, ചർച്ചകളിലൂടെ ആണ് കേരളീയ മുസ്ലിങ്ങളുടെ പ്രബുദ്ധത ഇന്ന് എത്തി നിൽക്കുന്ന ഏറെക്കുറെ പക്വമായ വിധാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സുവനീർ യഥാർത്ഥത്തിൽ പ്രകാശനങ്ങളുടെ പ്രകാശനവും കൂടിയാണ്. ഇവിടെ പൈതൃകം എന്ന് പേര് നൽകപ്പെട്ടു. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ സത്യപ്രകാശവും ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശവും ഇസ്ലാമിൻ്റെ മാനവിക ഐക്യവും അങ്ങനെയുള്ള മഹത്തായ ആശയങ്ങൾ അതിവിടെ നിരന്തരമായി പ്രസരിപ്പിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരുപാട് പ്രകാശനങ്ങളുടെ ചരിത്രമാണ് പൈതൃകം എന്ന പേരിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ സംസാരിക്കുകയുണ്ടായി. കേരള മുസ്ലിങ്ങൾ ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിൽ നിന്ന് പലതരത്തിലും വ്യത്യസ്തരാണ്. ഉത്തരേന്ത്യയിൽ നടക്കാത്ത പ്രകാശനങ്ങൾ, ബോധവൽക്കരണങ്ങൾ, സംഘാടനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിന് വൈവിധ്യമാർന്ന പ്രതിഫലനങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രത്യക്ഷങ്ങൾ, അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ എണ്ണിപ്പറയാവുന്നതിലൊക്കെ അപ്പുറമാണ്. കേരള മുസ്ലിം ജീവിതം വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെ പക്വതയുടെ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായി മുസ്ലിങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. നവോത്ഥാനത്തിൻ്റെ തന്നെ ഗതി മാറ്റിയെടുക്കാനും നവോത്ഥാനത്തിൻ്റെ പുനർവായനയിലൂടെ തമസിനെ പുനരാനയിക്കാനുമുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തെ സാമുദായികമായി ധ്രുവീകരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി, വർഗീയമായ സംഘർഷത്തിൻ്റെ ആശയതലങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിവർത്തിച്ചുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ ആകെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ദൈവം മുസ്ലിങ്ങളോട് മാത്രം താല്പര്യം കാണിക്കുന്ന ദൈവമല്ല. മുഴുവൻ മനുഷ്യരോടും, മുഴുവൻ ചരാചരങ്ങളോടും, മുഴുവൻ വസ്തുക്കളോടും പ്രതിഭാസങ്ങളോടും ഒരുപോലെ കാരുണ്യവും സ്നേഹവും ഗുണകാംക്ഷയും പുലർത്തുന്ന പരമകാരുണികനായ ജഗന്നിയന്താവ്, ആ ജഗന്നിയന്താവ് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ മതക്കാരെയും സൃഷ്ടിക്കുകയും എല്ലാ മതക്കാർക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തത്. എല്ലാവർക്കും ഉപജീവന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ, എല്ലാവർക്കും പുരോഗമിക്കാനും വളരാനും സൗകര്യമൊരുക്കിയ ആ ദൈവത്തിൻ്റെ പേരിൽ സംസാരിക്കുന്ന ആർക്കും സങ്കുചിതത്വം മുന്നോട്ട് വെക്കാൻ അവകാശമില്ല എന്നതാണ് വസ്തുത. അസ്സലാമു അലൈക്കും എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്നാണ്. ആ വാക്ക് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം ശാന്തി ഉണ്ടാകട്ടെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ ആ വാക്ക് കേൾക്കുന്നുവോ അവർക്കൊക്കെ ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന വാക്കിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ജിഹാദ് ഇസ്ലാമിൻ്റെ സാർവ ലൗകികതയും ഇസ്ലാമിലെ വിശ്വമാനവികതയും അതൊക്കെ പരമാവധി ശക്തിയോടെ, പരമാവധി വ്യക്തതയോടെ, പരമാവധി ഗുണകാംക്ഷയോടെ മാനവ സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പ്രബോധനവും ഇസ്ലാമിൻ്റെ പ്രചാരണവുമൊക്കെ. അതിൽ സങ്കുചിതത്വത്തിന് സ്ഥാനമില്ല, അതിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല, സാമുദായികതയ്ക്ക് സ്ഥാനമില്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വമാനവികത ഉയർത്തിപ്പിടിച്ചിട്ട് പ്രപഞ്ചനാഥൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു ആശയം, അതാണ്
കേരളത്തിൽ നടന്ന പ്രകാശനങ്ങളുടെയൊക്കെ ആകത്തുകയായി സംഭവിച്ചത്. ഈ മഹത്തായ ആശയം, പ്രകാശിതമായ മുസ്ലിം മനസ്സുകളിൽ നിന്ന് നന്മയെ പ്രചരിപ്പിക്കാൻ ശേഷിയുള്ള ഈ ആശയം, അത് ഇനിയും നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഉത്തരേന്ത്യയിലെ സ്ഥിതി നമുക്കറിയാം. അവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം പ്രദേശങ്ങളിൽ മിക്കവാറും കുറവാണ്. എന്തിനേറെ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്താത്ത മേഖലകളുണ്ട്. മുസ്ലിം പ്രദേശങ്ങളിലേക്ക് നല്ല റോഡെത്താത്ത പ്രദേശങ്ങളുണ്ട്. മുസ്ലിം പ്രദേശങ്ങളിലേക്ക് വികസനം കടന്നു ചെല്ലാത്ത അവസ്ഥയുണ്ട്. അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ തന്നെ ധ്രുവീകരണം വന്നിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ തന്നെ മാനസികമായ അകൽച്ച വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും ഒന്നിച്ച് കൂടിയിണങ്ങി ജീവിക്കുന്ന അയൽക്കാർ, ഒരേ സമയത്ത് വിവിധ മതക്കാരായ ആളുകൾ അയൽക്കാരായിട്ടുള്ള, അയൽവക്കത്ത് വിവിധ മതക്കാരുടെ ആരാധനാലയങ്ങൾ നിലകൊള്ളുന്ന, വിവിധ മതക്കാരുടെ സമ്മേളനങ്ങൾ അയൽവക്കത്ത് നടക്കുന്ന ആ തരത്തിലുള്ള ഒരു കോ എക്സിസ്റ്റൻസിൻ്റെ, ഒരു സമാധാനപൂർവമായ സഹവർത്തിത്വത്തിൻ്റെ അന്തരീക്ഷം അത് കേരളത്തിൽ വളർന്നു, ഉത്തരേന്ത്യയിൽ വളർന്നില്ല എന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഉത്തരേന്ത്യക്കാർ, മൗലാന വഹീദുദ്ദീൻ ഖാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നാം ഇന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രശ്നങ്ങളെ നാം നേരിടുകയും പ്രശ്നക്കാരെ തകർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ചിന്തയ്ക്ക് പകരം നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒരു വല്ലാത്ത അസഹിഷ്ണുതയോടെ വീക്ഷിക്കുന്നതിന് പകരം, അല്ല, പ്രശ്നങ്ങളെ ഒട്ടേറെ മാറ്റി നിർത്താനും അവഗണിക്കാനും തയ്യാറാവുകയും അതോടൊപ്പം അവസരങ്ങളെ, നമ്മുടെ മുമ്പിൽ ഇവിടെ വളരെയധികം അവസരങ്ങളുണ്ട്. ഇസ്ലാമിക ജീവിതത്തിനും ഇസ്ലാമിക ആശയപ്രസാരണത്തിനും പ്രബോധനത്തിനുമൊക്കെ തുറന്നു കിടക്കുന്ന വളരെ വലിയ അവസരങ്ങൾ ഇവിടെയുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് അത് കണ്ടെത്തുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതിനപ്പുറത്തുള്ള പ്രോബ്ലംസ് എന്താണോ അത് നാം അവഗണിക്കുക. അങ്ങനെ ടു ഇഗ്നോർ പ്രോബ്ലംസ് ആൻഡ് ടു ടേക്ക് അപ്പ് ദ ഓപ്പർച്യൂണിറ്റീസ്, ഈ തരത്തിലുള്ള ഒരാശയവിധാനം. നമുക്ക് എതിർപ്പുകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ഇസ്ലാമോഫോബിയ ഉണ്ട്, അതുപോലെ പലതുമുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ അതുല്യമായ ദീനിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കാനുള്ള സകല അവസരങ്ങളും തുറന്നു കിടക്കുന്നുണ്ട്. ഇസ്ലാമിനെ പറ്റി പ്രസംഗിക്കാനുള്ള അവസരം, ഇസ്ലാമിനെ പറ്റി എഴുതാനുള്ള അവസരം, ഇസ്ലാമിക സേവനം പൂർണ്ണ മനസ്സോടെ അർപ്പിക്കാനുള്ള അവസരം, ഇതൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഈ അവസരം പൂർണ്ണമായി രചനാത്മകതയോടെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനുള്ള സന്നദ്ധതയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത്തരത്തിലുള്ള പ്രകാശനങ്ങളുടെ നേട്ടവും അതുതന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രകാശിതമായൊരു ഭാവിക്ക് വേണ്ടിയുള്ള ഈ പ്രകാശനം തീർച്ചയായും വളരെ മഹത്തായ ഒരു കാര്യമായി ഞാൻ പരിഗണിക്കുന്നു. ഇതിനുവേണ്ടി എന്നെ നിയോഗിച്ച സംഘാടകർക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ചിന്തകളും പ്രവൃത്തികളും നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഗുണകരമാവുന്ന മഹത്തായ പുണ്യകർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 1987 മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്ത് നടന്ന 3ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് രൂപീകരിക്കപ്പെട്ട യുവത വീണ്ടും മലപ്പുറത്തിൻ്റെ മണ്ണിൽ 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം കടന്നു വരുമ്പോൾ പുതിയ ചരിത്രം രചിക്കുകയാണ്. 21 പുസ്തകങ്ങൾ പുനഃപ്രസിദ്ധീകരണം ഉൾപ്പെടെ ഈ മഹത്തായ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിലേറ്റവും ശ്രദ്ധേയം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ശ്രേണിയാണ്. ഇസ്ലാം 1-2 വാള്യങ്ങളുടെ പുനഃപ്രകാശനത്തോടൊപ്പം ഇതാകുന്നു ഇസ്ലാം, ഡോക്ടർ കെ ഉസ്മാൻ അവറുകളുടെ പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഇവിടെ പ്രകാശിതമാകുന്ന പുസ്തകങ്ങളുടെ ശ്രേണിയിൽ ശ്രദ്ധേയമായ മറ്റൊന്ന് കുട്ടികൾക്ക് വേണ്ടി യുവത ആരംഭിക്കുന്ന ഒരു പുതിയ സംരംഭമാണ്. മഹച്ചരിത മഞ്ജരി എന്ന പേരിൽ
നമ്മുടെ കുട്ടികളുടെ വായനാശീലത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ഇസ്ലാമിക വായനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി യുവത ഒരു പ്രത്യേക സീരീസ് പുസ്തകങ്ങൾ പുറത്തിറക്കുകയാണ്. പ്രവാചകന്മാർ, സഹാബിമാർ, മുജദ്ദിദുകൾ, സലഫി പണ്ഡിതന്മാർ, ലോക നവോത്ഥാന നായകന്മാർ, കേരളത്തിലെ നവോത്ഥാന നായകന്മാർ. ഈ തുടർച്ചയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 5 പുസ്തകങ്ങളാണ്. ഒന്ന്, മർഹൂം അബ്ദുറഹ്മാൻ അൻസാരി രചിച്ച ദൈവത്തിൻ്റെ ചങ്ങാതി എന്ന പുസ്തകം. ഡയാലിസിസിൻ്റെ പ്രയാസങ്ങൾക്കിടയിൽ എഴുതുവാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിൽ ഭാര്യയെക്കൊണ്ട് എഴുതിച്ച് ആ പുസ്തകത്തിൻ്റെ രചന പൂർത്തീകരിക്കുകയും ഈ സമ്മേളനം കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ അൻസാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം ഈ സൽക്കർമ്മം അല്ലാഹു അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിലെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രകാശിതമാകുന്ന മറ്റൊരു പുസ്തകം നൂറ എന്ന പുതിയ എഴുത്തുകാരിയുടെ ഖദീജ, നന്മയുടെ പൂമരം, ഖദീജ റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തിയ പുസ്തകമാണ്. പട്ടുവ്യാപാരിയായ പണ്ഡിതൻ ഇമാം അബൂ ഹനീഫയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് നമുക്കേവർക്കും സുപരിചിതനായ അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചിയാണ്. ഇബ്നു സീനയെ പരിചയപ്പെടുത്തി കുട്ടികൾക്ക് ഇബ്നു സീനയുടെ ചരിത്രം വിശദീകരിക്കുന്നത് മുനീബ് രണ്ടത്താണിയാണ്. കേരളത്തിൻ്റെ കാത്തിബ് റഷീദ് പരപ്പനങ്ങാടിയുടെ രചന. അതിൻ്റെ കൂടെ കുട്ടികൾക്ക് വേണ്ടി അഷ്റഫ് കാവിൽ രചിച്ച പാട്ടുകാരൻ, മജീദ് രചിച്ച പുള്ളിപ്പൂമ്പാറ്റുകൾ. ഈ പുസ്തകങ്ങൾ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേക ശ്രേണിയിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം പ്രപഞ്ചവിസ്മയം, ദിവ്യസൂക്തങ്ങൾ, TPM റാഫിയുടെ രചന, മരുഭൂമിയിലെ കയ്പുമരങ്ങൾ, ഹാറൂൺ കക്കാട്, കാലവും കാൽപ്പാടും, PMA ഗഫൂർ, തിരുനബിയുടെ അനുചരരും കാലം വായിക്കാത്ത ചരിത്ര സാക്ഷ്യങ്ങളും, VSM കബീർ, ഉന്നത വ്യക്തിത്വം, ഉത്തമ സ്വഭാവം, KM തരിയോട് തുടങ്ങി നമ്മുടെ പ്രതിഭാധനരായ എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങൾ ഇവിടെ പ്രകാശിതമാവുകയാണ്. ഈ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മത്തിനു വേണ്ടി ആദരണീയരായ വ്യക്തിത്വങ്ങൾക്ക് വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ആയുർവേദത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുള്ള കൊട്ടക്കൽ ആര്യവൈദ്യശാലയുടെ പ്രതിനിധി ഡോക്ടർ P. മാധവൻകുട്ടി വാര്യർ. ഏറ്റുവാങ്ങുന്നത് T. കുഞ്ഞബ്ദുള്ള ഹാജി. എവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ പ്രൊഫസർ NV അബ്ദുറഹിമാൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ മൗലാന വഹീദുദ്ദീൻ ഖാൻ, ഈ യോഗത്തിലെ മുഖ്യാതിഥി ശ്രീ അഹമ്മദ്, ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി, വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 8ാമത്തെ സംസ്ഥാന സമ്മേളനം, ഈ മഹാസമ്മേളനത്തിൽ ഇവിടെ 4-5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നതിനും നിങ്ങളോട് സംസാരിക്കുന്നതിനും എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഈ സമ്മേളനത്തിൻ്റെ
പ്രധാന ഇതിവൃത്തം, അതായത് മതം, മാനവികത, നവോത്ഥാനം, ഇത് മൂന്നും ഈ ഒരു വിഷയം വളരെ വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അത് നിങ്ങൾക്ക് ബോധ്യമാകും. നമ്മളിന്ന് രാവിലെ ദിവസേന പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥവും വ്യാപ്തിയും എവിടെയെല്ലാമാണ് നഷ്ടമാകുന്നത് ഒക്കെ നമുക്ക് ഇന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ സമ്മേളനത്തിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും അർപ്പിക്കട്ടെ. എൻ്റെ ചില പോയിൻറ്റ്സ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി വായിക്കാം. സത്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സർവ്വതും ത്യജിക്കുവാനുള്ള സന്നദ്ധതയും ലക്ഷ്യവേദിയായ കർമ്മമാർഗവും വേണ്ട പോലെയുള്ള ജീവസ്നേഹവും ആവേശപൂർവമായ സത്യാന്വേഷണ നിഷ്ഠയും ഉൾക്കൊള്ളുന്നതാണ് ഏതൊരു മതത്തിൻ്റെയും ആന്തരിക മൂല്യം. മനുഷ്യരിലെ മൃഗീയമായ അപകൃഷ്ടാംശങ്ങളെ സ്ഫുടം ചെയ്ത് സംസ്കാരാഭിമുഖമാക്കി തീർക്കുകയും നീചവാസനകളെ സ്നേഹം കൊണ്ട് ജയിക്കുകയും ചെയ്യുന്ന പുനർനവമായ ജീവിത രീതി എന്ന നിലയ്ക്കാണ് നവോത്ഥാന കാലത്തും തുടർന്ന് ആധുനിക യുഗത്തിലും മതങ്ങൾക്കുള്ള പ്രസക്തി വിവേചിച്ചറിയേണ്ടത്. പൗരസ്ത്യവും പാശ്ചാത്യവുമായ ദർശന മാതൃകകളുടെ വെളിച്ചത്തിൽ ജ്ഞാനോദയ കാലഘട്ടത്തിൽ തിടം വെച്ച നവോത്ഥാന ചിന്തകളാണ് ആധുനിക മർത്യ ജീവിതത്തെ ജീവിതവ്യമാക്കാൻ സഹായിക്കുന്നത്. ഈ അർത്ഥത്തിൽ സയുക്തികവും നൈതികവുമായ മതദർശനങ്ങളിലൂടെ താരതമ്യേന ദുഷ്പ്രവണമായിക്കൊണ്ടിരിക്കുന്ന മാനവികത വീണ്ടെടുക്കുക എന്നത് ബഹുതല സ്പർശിയായ നവോത്ഥാന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഇങ്ങനെയൊരു പ്രമേയം തിരഞ്ഞെടുത്തതിൽ വളരെയധികം സാങ്കത്യമുണ്ട്. എല്ലാ മനുഷ്യരും സഹോദരരാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും മറ്റൊരുവന് അന്യനാകരുത്. എല്ലാവരുടെയും ക്ഷേമം, അതായത് സർവോദയം, അതാണ് ഗാന്ധിജി ലക്ഷ്യമാക്കിയിരുന്നത്. എല്ലാ മനുഷ്യരെയും ഐക്യപ്പെടുത്തുന്ന സമസൃഷ്ടി ബന്ധമാണ് ഈശ്വരൻ. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ കാര്യത്തിൽ പോലും ഈ ബന്ധം ശിഥിലമാകുന്നത് ദൈവത്തെ തന്നെ പിച്ചി ചീന്തുന്നതിന് തുല്യമാണ്. അന്താരാഷ്ട്രീയവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലവത്തായ മാർഗമെന്ന നിലയിൽ മതദർശനത്തെ പ്രയോഗവൽക്കരിക്കുന്നതിന് ഗാന്ധിജി അനവരതം യത്നിച്ചു. പ്രായോഗിക ദർശനങ്ങളായി നിരന്തരം സ്വീകരിക്കേണ്ട കർമ്മ മാതൃകകൾ, അതായത് പരീക്ഷണം, തെറ്റുതിരുത്തൽ, ആത്മപരിശോധന, തീവ്ര ശിക്ഷണം, പരക്ലേശ വിവേകം തുടങ്ങിയവ മനുഷ്യരെ മറ്റ് തിര്യക് എന്ന നിലയിൽ നിന്നും കുറേ കൂടി ഉത്കൃഷ്ടമായ പ്രകൃതി നിയമത്തിന് വിധേയനാക്കുന്നു. ഈ ആത്മബലം കേവലവും വൈയക്തികവുമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയല്ലാതെ സമൂഹത്തിലും ലോകവ്യവഹാരങ്ങളിലും നിർമ്മാണാത്മകമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള കർമ്മസാന്നിധ്യമായി വൈപുല്യം നേടുമ്പോഴാണ് മാനവികത സാർത്ഥമാകുന്നത്. അതിദുഷ്ടനിലും മനുഷ്യത്വം ഉണ്ടെന്നാണ് മഹാഭാരതം പറയുന്നത്. പൗരോഹിത്യവും യാഥാസ്ഥിതികയും ഭൗതികമാത്ര സംക്ഷിപ്തങ്ങളായ ആശയമണ്ഡലവും ആധുനികതയുടെ പ്രച്ഛന്നവേഷങ്ങളും കമ്പോളാധിഷ്ഠിത വ്യവഹാരങ്ങളും മതതീവ്രവാദ ചിന്തകളും വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന് മുന്നിൽ നവോത്ഥാനം എന്നത് അത്രമേൽ ആവിഷ്കാര സമൃദ്ധവും അർത്ഥവിശദവും വീക്ഷണ സമഗ്രവുമായ നിതാന്ത പ്രക്രിയയായി പുനർവചിക്കേണ്ടതുണ്ട്. അതിലേക്ക് നയിക്കുവാൻ ഇത്തരം പ്രമേയങ്ങൾ അടങ്ങിയ സമ്മേളനങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാർത്ഥകമായ ഒരു സംവാദമായി ചരിത്രം ഇതിനെ രേഖപ്പെടുത്തും. സ്വന്തം പരാജയവും ധർമ്മപാരുഷ്യവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ സ്ഥിര മാതൃകകൾ തകരുകയും പരിചിത ഭാവങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അസഹിഷ്ണുതയും വിദ്വേഷവും കൂടിക്കൊണ്ടിരിക്കുകയും മഹത്തായ മർത്യഭാവനയെ പ്രദീപ്തമാക്കിയ സർഗോന്മുഖ ദീപശിഖ അണഞ്ഞുകൊണ്ട് ഇരിക്കുകയുമാണ്. ഈ വർത്തമാന പരിസരത്തിൽ സമൂർത്തവും
സചേതനവുമായ ആശയങ്ങൾ ഈ സമ്മേളനത്തെ ഔചിത്യപൂർണ്ണമാക്കട്ടെ. ഋഗ്വേദത്തിലെ പ്രകീർത്തമായ ആ പ്രാർത്ഥന പോലെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മഹിത ആശയങ്ങൾ കടന്നുവന്ന് ഈ വേദി അർത്ഥസമ്പുഷ്ടവും അനുഗ്രഹീതവുമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. യാ റഹീം അല്ലാഹ് സല്ലിംനാ യാ വദൂദി യാ വദൂദി യാ അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ, അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ, എന്നും മുഴങ്ങും നാമമേ എന്നും മുഴങ്ങും നാമമേ, സദാ ജ്വലിക്കും താരമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ, നിന്റെ പാതയിൽ ഞങ്ങൾ തേരാളികൾ ധർമ്മ പടയാളികൾ, ഞങ്ങൾ ശക്തരാകുമ്പോൾ ഞങ്ങൾ പടയാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ. ത്യാഗം സഹിച്ചു പൂർവികർ നട്ടു നനച്ചൊരി മരം, ത്യാഗം സഹിച്ചു പൂർവികർ നട്ടു നനച്ചൊരി മരം, യുഗങ്ങളേറെ നമ്മളിൽ തണലേകി വന്ന പൂമരം, യുഗങ്ങളേറെ നമ്മളിൽ തണലേകി വന്ന പൂമരം, മുജാഹിദെന്ന വൻമരം മുജാഹിദെന്ന വൻമരം, കടപുഴക്കി വീഴ്ത്തുവാനൊരുങ്ങിടുന്നു ദുർജനം, നടുങ്ങുമെന്നും സജ്ജനം, ഒരുങ്ങിടുന്നു ദുർജനം, നടുങ്ങുമെന്നും സജ്ജനം, നടുങ്ങും സജ്ജനം, ജനം ചിന്തിക്കണം ധൈര്യമേറിയിടണം, ജനം ചിന്തിക്കണം ധൈര്യമേറിയിടണം, തളരില്ല കൊടുങ്കാറ്റിൽ തെല്ലുമേ, ഞങ്ങൾ കാവലുണ്ടതിന്നും ശക്തമേ, തളരില്ല കൊടുങ്കാറ്റിൽ തെല്ലുമേ, ഞങ്ങൾ കാവലുണ്ടതിന്നും ശക്തമേ, അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ, അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ, എന്നും മുഴങ്ങും നാമമേ എന്നും മുഴങ്ങും നാമമേ, സദാ ജ്വലിക്കും താരമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ, നിന്റെ പാതയിൽ ഞങ്ങൾ തേരാളികൾ ധർമ്മ പടയാളികൾ, ഞങ്ങൾ തേരാളികൾ ധർമ്മ പടയാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ. ഒരുപാട് കർമ്മവീഥികൾ സൽക്കർമ്മ പുണ്യപാതകൾ, ഒരുപാട് കർമ്മവീഥികൾ സൽക്കർമ്മ പുണ്യപാതകൾ, നമുക്ക് കർമ്മ നിരതരായി ഗമിച്ചിടാൻ നൽവേളകൾ, നമുക്ക് കർമ്മ നിരതരായി ഗമിച്ചിടാൻ നൽവേളകൾ, ഐക്യമോദി അണയുവിൻ ഐക്യമോദി അണയുവിൻ, ദീനിലണി ചേരുവിൻ, മുജാഹിദി പ്രസ്ഥാനമിൽ തോളോടു ചേർന്നു നിൽക്കുവിൻ, മുജാഹിദി പ്രസ്ഥാനമിൽ തോളോടു ചേർന്നു നിൽക്കുവിൻ, ചേർന്നു നിൽക്കുവിൻ, സത്യദീനിൻ പ്രഭ ദിവ്യനൂറിൻ ഹുദ, സത്യദീനിൻ പ്രഭ ദിവ്യനൂറിൻ ഹുദ, കെടാതെ കാക്കും അന്ത്യനാൾ വരെ പെരിയോന്റെ വാക്ക് പുലരും ലോകരെ, കെടാതെ കാക്കും അന്ത്യനാൾ വരെ പെരിയോന്റെ വാക്ക് പുലരും ലോകരെ,
അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ, അത്യുജ്വല പ്രസ്ഥാനമേ മുജാഹിദെന്ന ദീപമേ. എന്നും മുഴങ്ങും നാമമേ, എന്നും മുഴങ്ങും നാമമേ, സദാ ജ്വലിക്കും താരമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ, സൽപാദ കാട്ടിലോകരെ തെളിച്ച സത്യമാർഗമേ. നിന്റെ പാതയിൽ ഞങ്ങൾ തേരാളികൾ, ധർമ്മ പടയാളികൾ, ഞങ്ങൾ തേരാളികൾ, ധർമ്മ പടയാളികൾ. ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ, ഞങ്ങൾ ശക്തരാകും പോരാളികൾ. അസ്സലാമു അലൈക്കും.